Okay, please watch it fully. Okay, please don't skip it. ഇത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എന്തിനാ സ്കിപ്പ് ചെയ്യുന്നത്? പ്ലീസ് വാച്ച് ഇറ്റ് ഫുള്ളി. ഓക്കെ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. വെറും 15-20 അല്ലേ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പോകുന്നുള്ളൂ. ഞാൻ അത്രയ്ക്ക് ചെറിയ വീഡിയോസ് അല്ലേ, അതും ഫുൾ എക്സ്ക്ലൂസീവ്ലി, ഒരു കളി പോലും പറയാതെ ഫുൾ എക്സ്ക്ലൂസീവ്ലി നല്ല പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. Then why are you skipping? Okay, please watch it fully and I am sure each point will be very much clear for you and each point will be useful for you. Okay, useful for your exams. ഇനി ഇതൊന്നും വരില്ല എന്ന് ധരിക്കരുത്. ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ഓരോരോ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് കാണിക്കാം. ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. Hello friends, this is Vishnu here. Welcome back to my channel Tips, Tricks and Concepts by Vishnu. So in this video we will be continuing with our D and F block chapter. That is, we are studying our F block elements. Okay, the F block elements, and here this F block elements will be presented to you in a point wise manner with a lot of tricks and tips. Okay, and most of these tricks are made by me. Okay, so I am sure that this will be very much useful for you, and for more such videos and tips and tricks, please subscribe my channel if you have not done so, and at the same time please visit my channel and also see the videos. Okay, there are more than 42 plus videos in this channel. Okay, almost all your wanted videos will be there in the list. Okay, please go watch it, like it and come back. Okay, so let's start our topic, F block elements. So F block elements, F block elements നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? ഓക്കെ, യു ആർ ഗോയിങ് ടു സ്റ്റഡി ദ മേജർ പോയിന്റ്സ് ഇൻ എക്സാം ഓറിയന്റഡ് മാനർ. നിങ്ങൾക്ക് നീറ്റ്, JEE, ബോർഡ് എക്സാംസ് എല്ലാത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിൽ ബി സ്ട്രെസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. സോ ഫസ്റ്റ് പോയിന്റ്, അതായത് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, വി ഹാവ് 2 സീരീസ് ആൻഡ് ദാറ്റ് ഇസ് ലാന്തനോയിഡ് സീരീസ് ആൻഡ് ആക്ടിനോയിഡ് സീരീസ്. ആൻഡ് ലാന്തനോയിഡ് സീരീസ്, lanthanum to lutetium, and that is from the atomic number 57 to 71. Remember that. Okay, remember the starting element, ending element, starting atomic number, ending atomic number, 57 to 71. Then next one, actinium to lawrencium. Okay, that is from atomic number 89 to 103. Okay, 14 elements in each series. And regarding the specialty of each series, lanthanoid series generally exhibit only a single oxidation state mainly. Okay, while the other one, that is our actinoid series, exhibit usually wide range of oxidation states. Okay, and here there is also additional property of radioactivity, that is in case of actinoids. Radioactivity എവിടെ കാണുന്നത്? actinoids mostly ആയിട്ട്. സോ ആ ഒരു സീരീസ് വളരെ പഠിക്കാനായിട്ട് വളരെ പാടുള്ള ഒരു ഭാഗമായിരുന്നു, റിസർച്ച് ഒക്കെ ചെയ്യാനായിട്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ലാന്തനോയിഡ് സീരീസിലേക്ക് പോകാം. സോ ദാറ്റ് ഈസ് അവർ lanthanum to lutetium, that is 57 to 71. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ലേൺ ദ ലാന്തനോയിഡ് സീരീസ് ഓർഡർ. ഓക്കെ, ആ ലാന്തനോയിഡ് സീരീസിന്റെ ഓർഡർ പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിക്കോസ് മെനി ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് റിഗാർഡിംഗ് വേരിയസ് അയണിക് റേഡിയൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് ഈസി ആയിട്ട് പറയാനുള്ള മെത്തേഡ് പറയണമെങ്കിൽ ഈ ഭാഗം ആദ്യം ക്ലിയർ ആവണം. ഓക്കെ, സോ ദ കോഡ് വേർഡ് ഈസ് നത്തിങ് ബട്ട് ലാസ്റ്റ് സെഞ്ചുറി പ്രൊവൈഡഡ് ഇന്ത്യൻ PM some European graded tea bags in dry hotter tea mugs. Okay, in dry hotter tea mugs. Why him be so lucky? Okay, ഇതിന് ഈ ഒരു 14 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് ഇത് തന്നെ ഇത് ദോ ഇറ്റ് ഈസ് എ ലോങ് സെന്റൻസ്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ യു ക്യാൻ ലേൺ ദ കോഡ് വേർഡ്. ഓക്കെ, സോ last century provided Indian PM some European grade tea bags in dry hotter tea mugs. Why him be so lucky? So that's all. ഓക്കെ, അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് വേറെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഓർഡർ. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നതിലേക്ക് വരാം. ഓക്കെ, സോ I have actually put an order exclusively by me. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയർ ഇഫ് യു ലുക്ക് എല്ലായിടത്തും ഓക്കെ യു ഹാവ് 6s1. ഓക്കെ, 6s1 ഡസ് നോട്ട് കം എനിവർ ഇൻ ദ സീരീസ്. ഓക്കെ, 6s1 ഒരിടത്തും വരുന്നില്ല, ഒരു ആറ്റംസിലും ഒരു അയോൺസിലും വരുന്നില്ല. ഓക്കെ, ഒരു ആറ്റംസിലും വരുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് 6s1 ഡസ് നോട്ട് കം എനിവർ.
6s2 ആണ് എല്ലാത്തിലും. And 5d1 എവിടെയൊക്കെയാണ് വരുന്നത്? Okay, that should be remembered. 5d1 occurs only in Leys-Goodlouse. Okay, Leys-Goodlouse എന്തൊക്കെയാണ്? lanthanum, cerium, then gadolinium, luz, okay, lutetium. ഈ സ്ഥലങ്ങളിൽ മാത്രമാണ്, only in these elements we are having 5d1 in the ground state. And ബാക്കി elementsന്റെ M2+ ions എന്നൊക്കെ പറയുന്നത് M3+ലൊക്കെ the last electron is removed, that is from 6s2 then 5d orbitals is removed, and then only we remove the electrons from the 4f. okay ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ആദ്യമേ റിമൂവ് ചെയ്യുന്നത്? 6s ന്നും 5d ന്നും മാത്രം. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ടേ 4fൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, റിമെമ്പർ ദാറ്റ് തിങ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതൊരു അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് വെച്ച് എഴുതാൻ പറ്റും. ഓക്കെ, യു നോ ദി അറ്റോമിക് നമ്പർ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിന്റെ എലമെന്റ് അറ്റോമിക് നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ നോ ദി അറ്റോമിക് നമ്പർ ഓഫ് എനി എലമെന്റ് ഇൻ ദ സീരീസ്. ആൻഡ് ദെൻ വാട്ട് you have to look whether it comes in the Leys-Goodlouse or not. Okay, if it comes in the Leys-Goodlouse, then you have to write 5d1 in the ground state. And at the same time, പിന്നെ അയണിക് റേഡിയോ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഓക്കെ, യു ഹാവ് ടു റിമൂവ് ഇലക്ട്രോൺസ് ഫ്രം ദി 6s and then from 5d. ഓക്കെ, പക്ഷേ there is one small exception. Okay, some small confusion. Actually confusion എന്ന് പറയുന്നതായിരിക്കും ശരി. confusion ഒരിടത്ത് വരാം. Okay, there can be one confusion, that is in case of Ce2+. Ce2+ൽ നമ്മൾ രണ്ട് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യല്ലേ? we are removing 2 electrons, and hence it will come as if okay, you will think that the electronic configuration will be 4f1 5d1. പക്ഷേ അങ്ങനെയല്ല, it is not like that. Okay, remember അവിടെ എങ്ങനെയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4f2 will be the ionic Ce2+ന്റെ outermost electronic configuration. Okay, 4f2 and instead of 4f1 5d1. Okay, remember that point very much clearly. Okay, ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയോ order. Okay, you can see that if you refer this table, atomic and ionic radii is continuously decreasing. Okay, continuously decreasing across the series. Okay, adinte karanam endana? It is nothing but due to the imperfect shielding effect of the f electrons, lanthanoid contraction, which I already mentioned in the d block elements video. If you haven't watched that d block elements വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പൊട്ടാഷ്യം പെർമാംഗനേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഹാവൻറ്റ് സീൻ ദാറ്റ് വീഡിയോ, പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഫുള്ളി. ഓക്കെ, പ്ലീസ് വാച്ച് ഇറ്റ് ഫുള്ളി. ഓക്കെ, പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. ഓക്കെ, ഇത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എന്തിനാണ് സ്കിപ്പ് ചെയ്യുന്നത്? പ്ലീസ് വാച്ച് ഇറ്റ് ഫുള്ളി. ഓക്കെ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. വെറും 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പോകുന്നുള്ളൂ. ഞാൻ അത്രയ്ക്ക് ചെറിയ വീഡിയോസ് അല്ലേ, അതും ഫുൾ എക്സ്ക്ലൂസീവ്ലി, ഒരു കളി പോലും പറയാതെ ഫുൾ എക്സ്ക്ലൂസീവ്ലി നല്ല പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. then why are you skipping? Okay, please watch it fully, and I am sure each point will be very much clear for you, and each point will be useful for you. Okay, useful for your exams. ഇനി ഇതൊന്നും വരില്ല എന്ന് ധരിക്കരുത്. ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ഓരോരോ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് കാണിക്കാം. ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നൗ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ടോപ്പിക്, ദാറ്റ് ഇസ് നമ്മളുടെ അറ്റോമിക് റേഡിയോ, അയണിക് റേഡിയോ അല്ലേ? അറ്റോമിക് റേഡിയോയിൽ പക്ഷെ ഒരു അനോമലി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഡസ് നോട്ട് ഡിക്രീസ് അക്രോസ് എ ഗ്രൂപ്പ് വെരി മച്ച് ക്ലിയർലി. ഓക്കെ, അത് അങ്ങനെ ഡിക്രീസ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്, ഒരൊറ്റ അനോമലി. ഓക്കെ, there is one specialty, that is in the case of europium. Okay, in case of europium, it is having the largest atomic radii. Atomic radii കേസിൽ യൂറോപ്യത്തിന് ഏറ്റവും വലുതാണ്. ബാക്കി എല്ലാ കേസിലും atomic and ionic radii continuously decreases across the series. Okay, now next point, അതായത് നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? യു നീഡ് ടു റിമെമ്പർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദം എക്സിബിറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് +4 ഈസ് എക്സിബിറ്റഡ് ബൈ മെനി എലമെന്റ്സ്, എസ്പെഷ്യലി അവർ സീരിയം, ടെർബിയം. ഓക്കെ, സീരിയത്തിനെയും ടെർബിയത്തിനെയും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിക്കോസ് Ce4+ and Tb4+ ആർ oxidizing agents. Okay, and that was a previous year entrance question. What is the electronic configuration of Ce4+? It's very very easy. Okay, that is Ce4+ in the outermost electronic configuration is that of the noble gas configuration, and Tb4+ outermost electronic configuration is F7, that is 4F7. Okay, remember that. Okay, remember that point very very clearly. അപ്പോൾ രണ്ടും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അപ്പോൾ they get reduced to Ce3+ and Tb3+. ഇനി അടുത്തത്, and also Ce4+ is actually an analytical agent too. Okay, then next one,
that is strong reducing agents ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് EU2+, യൂറോപ്യൻ 2+, ആൻഡ് ഓൾസോ YB2+. ഓക്കെ, അപ്പോൾ EU2+ഉം YB2+ഉം സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്, ആൻഡ് ദേ ഗെറ്റ് ഓക്സിഡൈസ് ടു U3+ ആൻഡ് YB3+. ഓക്കെ, ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ദാറ്റ് ഇസ് EU2+ മീൻസ് ഹാവിംഗ് F7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർമോസ്റ്റ് 4F7, and YB2+ ആണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് F14 is the outermost electronic configuration. Okay, remember this point very very clearly. ഇനി നമുക്ക് അടുത്ത നമ്മളുടെ ആ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. അതിൽ ആകെപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ദാറ്റ് ഇസ് they are all metals, silvery white soft metals ആണ്, and the hardness increases as the atomic number increases. Okay, നമ്മളിപ്പോൾ സമേരിയൊക്കെ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിയൊക്കെ എത്തുകയാണെങ്കിൽ it will be very much hard as steel. Okay, and next point is the magnetic character. Okay, magnetic behavior. Okay, it will be same as that of the transition elements. Okay, and avaduthe pratyekatha endanu vechu okay, neodymium is the most paramagnetic. It has been asked for a previous year's question, and all F block elements and ions except F0, that is F0 എന്ന് പറയുമ്പോൾ C4+ and La3+, and F14, all except F0 ഇലുള്ളതാണ് പറഞ്ഞത്. ഇനി അടുത്ത് F14 ഏതൊക്കെ? that is Lu3+ and YB2+. it will be 2+. okay, ഇതെല്ലാം ഒഴികെ all except these are paramagnetic. okay, only these are diamagnetic. okay, that's all. അപ്പോൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് പാരാമാഗ്നറ്റിക് എന്ന് ഉള്ളത്. this has been asked for previous year's entrance question. now next one, നമ്മളുടെ ionization enthalpies and all. okay, so the first, second and third ionization enthalpies are almost similar to that of calcium up to the middle of the series, and then it will be similar to almost the aluminium. okay, that's all. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് അല്ല, എന്നാലും ചിലപ്പോൾ ചോദിക്കാം. okay, that's why I told. okay, that's a major contribution from these paragraphs. okay, general characteristics. ഇനി നമുക്ക് അതിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റിനെ പറ്റി നോക്കാം. okay, we can just look at the chemical reactivity. So what is the reactivity? okay, and we must remember that their 3+ ions are the usually the more common ones. okay, so for example, they react with hydrogen in order to give their respective hydrides. They react with nitrogen to give LNN. okay, react with carbon. okay, that temperature is important, that is 2773 Kelvin to give carbides. okay, carbides എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട്? Ln3C, Ln2C3, then LnC2 and so on. okay, പിന്നെ അടുത്ത വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ എന്തൊക്കെയാണ് കിട്ടുക? okay, we will get our LnOH thrice and hydrogen gas. okay, and with acids also it gives hydrogen gas. പിന്നെ now next point, അതായത് with oxygen. okay, with oxygen it forms Ln2O3, and with sulfur similarly it forms Ln2S3, and finally with our halogens to give our LnX3. okay, എല്ലാം ആ ഒരു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു +3 oxidation state of lanthanoids ആണ് കാണിക്കുന്നത്. okay, and that is a common thing that you have to remember. now the last point regarding mish metal. okay, mish metal അതായത് ഗൺ അലോയ്സിലൊക്കെ ഒക്കെ ഗൺ മെറ്റൽ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. okay, പിന്നെ so അതിന്റെ കോമ്പോസിഷൻ okay, 95% it is nothing but lanthanoid metals, and 5% is nearly iron, and the remaining includes our you can remember it as Pascal. okay, Pascal എന്ന് പറയുന്ന പോലെ Pascal എന്ന് ഓർത്ത് വെക്കാം. okay, that is calcium, sulfur, carbon and aluminium. okay, these are the major composition of our mish metal. it has been constantly asked for your entrance exam. പിന്നെ lanthanoids മറ്റ് uses, that is they are used for petroleum cracking. okay, and then they are used to make various other things like fluorescent screens, phosphors, etc. okay, so അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. now let's come to our actinoid series. so here you have only a very few things to remember. okay, അതായത് if you have studied this lanthanoids very much clearly, then you have very much little to study in actinoids. okay, so actinoids എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? 89 to 103, that is from actinium to lawrencium. and what is the order? okay, the order trick ഇതാ തന്നിരിക്കുകയാണ്. actor Thor. okay, actor Thor protected uranium, neptunium and pluto in അമേരിക്ക. മീൻസ് പണ്ടത്തെ അമേരിക്കയിൽ. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ എവിടെയായിരിക്കും അന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവുക? okay, that is in Berkeley or California. okay,
വിത്ത് ഇഫക്റ്റീവ് മൂൺലൈറ്റ്. ഓക്കെ, വിത്ത് ഇഫക്റ്റീവ് മൂൺലൈറ്റ് ആയിട്ടോട് കൂടിയാണ് ആക്ട് തോർ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തത്. ആരെയൊക്കെ? യുറാനിയം, നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയത്തിന്റെ. ഓക്കെ, ആൻഡ് ദ ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ടു റിമെമ്പർ ദിസ് ട്രിക്ക് വിൽ ബി ടോൾഡ് ഇൻ എ ഡിഫറെന്റ് വീഡിയോ. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഈ കോഡ് മാത്രം ഓർത്ത് വെക്കുക. ആൻഡ് ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് യു വിൽ ബി ഏബിൾ ടു കണക്ട് ഇറ്റ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടീനിയം ടു ലോറൻഷ്യം. ഓക്കെ, ആൻഡ് അതിൽ എങ്ങനെയാണ് നമ്മുടെ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയേറ്റ് ഓർഡർ? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ് അക്രോസ് ദ സീരീസ് ആൻഡ് ദർ ഇസ് എ റെഗുലാരിറ്റി ആൻഡ് നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ആസ് കമ്പയർഡ് ടു ദ കറസ്പോണ്ടിങ് ലാൻത്തനോയിഡ് സീരീസ് എലമെന്റ്, ഈ ഒരു ആക്ടിനോയിഡ് സീരീസ് എലമെന്റ് വിൽ നോട്ട് ഹാവ് എ വെരി മച്ച് ഇൻക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയേ. വൈ? This is because of the actinoid contraction. Okay, actinoid contraction le 5f orbitals are 5f orbitals ആണ്. So imperfect shielding effect. And also across the series നോക്കുകയാണെങ്കിലും ആ ഒരു റെഗുലർ ഡിക്രീസിനുള്ള കാരണവും ഈ ഒരു ആക്ടിനോയിഡ് കൺട്രാക്ഷൻ തന്നെയാണ്. ഓക്കെ, ദിസ് ആക്ടിനോയിഡ് കൺട്രാക്ഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡിക്രീസ് അലോങ് ദി സീരീസ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? നമ്മളുടെ electronic configuration. And here also you must remember certain points. There is 7s1 does not come anywhere. Okay, our 6s1 does not come anywhere ennu parayunna pole 7s1 does not come anywhere. Okay, and 6d1. Okay, എവിടേക്കാണ് 6d1 വരുന്നത്? അത് ഓർത്ത് വെക്കാൻ എൻ്റെ വക ഒരു കോഡ്. ഓക്കെ, ഇറ്റ്സ് എ കോഡ് ബൈ മീ. ഓക്കെ, ആൻഡ് യു ക്യാൻ ഓൾട്ടർ ദാറ്റ് കോഡ് ഇൻ എനി മാനർ. ഓക്കെ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പാലക്കാട്. ഓക്കെ, യു ക്യാൻ റിമെമ്പർ ദാറ്റ് പാലക്കാട് വിത്ത് എനി അതർ സിറ്റി നെയിംസ് ഓർ പ്ലേസ് നെയിംസ്. ഓക്കെ, അസിസ്റ്റന്റ് കമ്മീഷണർ പാലക്കാട് അണ്ടർസ്റ്റുഡ് നെപ്പോളിയൻ CM's ലോറി. ഓക്കെ, നെപ്പോളിയൻ CMന്റെ ലോറി വന്നപ്പോഴേക്കും അസിസ്റ്റന്റ് കമ്മീഷണറിന് മനസ്സിലായി. ഓക്കെ, ദാറ്റ് ഇസ് അസിസ്റ്റന്റ് കമ്മീഷണർ AC. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ആക്ടീനിയം. Okay, then AC, okay, Assistant Commissioner Palakkad. Okay, you can take any place name starting with P. Okay, so P means protactinium. Now, Assistant Commissioner Palakkad, protactinium. Understood. U, uranium. Napoleon, neptunium. CM, okay, curium. Lori, Laurentium. Okay, so ഇതിനൊക്കെ മാത്രമാണ് 6d1 comes in the electronic configuration, outermost electronic configuration of atoms. Okay, and 6d2 comes only in case of thorium. Okay, so ഇത്തരത്തിലുള്ള common points മാത്രം ഓർത്ത് വെച്ചാൽ മതി. The rest you can just add on by knowing its atomic number. Okay, that's all. And വേറൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും അയണിക് റേഡിയൽ, ഓക്കെ, സോറി, അയോൺസിൽ outermost electronic configuration will be of the form 5fx. Okay, 5x, x എന്ന് പറയുന്നത് the rest of the electrons. Okay, after removing all the electrons. Okay, all the electrons അല്ല, അയണൈസേഷൻ എന്താൽപ്പി അനുസരിച്ച് മിക്കവാറും M3+ ന്റെയും M4+ ന്റെ ആയിരിക്കും ചോദിക്കുക. So you remove just 4 electrons from 7s, and if there is 6d, then remove the electrons from 6d, and what is remaining will be the only the 5f raised to x. Okay, that's all. Okay, 5f എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും outermost electronic configuration of this actinoid series element ions. Okay, that's all. ഇനി അടുത്തത് നമ്മുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് തോറിയത്തിന് മാത്രം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ അതർ ആർ എക്സിബിറ്റിംഗ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ആൻഡ് വൺ മോർ തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ, ദാറ്റ് ഇസ് നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം വിൽ ഹാവ് ഓൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഫ്രം +3 to +7. ഓക്കെ, +3 to +7 ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എവിടെ മാത്രമാണ്? അവർ നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. സോ അപ്പോൾ ആക്ടീനിയം ടു നെപ്റ്റ്യൂണിയം ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്, ഫ്രം +3 +4 അങ്ങനെ ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. ദെൻ ഫ്രം ആഫ്റ്റർ പ്ലൂട്ടോണിയം വി ആർ സീയിങ് എ ഡിക്രീസ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മിക്സ്ഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ സെക്കൻഡ് പാരഗ്രാഫ് ആദ്യം എടുത്ത് പറയാം. അതായത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ലാൻത്രോയിഡ് സീരീസിലെ എലമെന്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും, പാരലൽ. ഓക്കെ, ദർ വിൽ ബി എ പാരലൽ പ്രോപ്പർട്ടി. ഓക്കെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, പിന്നെ എന്താണ്? ഹാർഡ് മെറ്റൽസ് ആണ്, ദാറ്റ്സ് ഓൾ. റേഡിയോ ആക്ടിവിറ്റി ഈസ് ബീങ് ഷോൺ. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റ് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദേ ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആൻഡ് ഓൾസോ വിത്ത് ബോയിലിംഗ് വാട്ടർ ഇറ്റ് ക്യാൻ ഫോം ഹൈഡ്രൈഡ്സ് ആൻഡ് വിത്ത് അതർ നോൺ മെറ്റൽസ് ഓൾസോ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇതിനെ കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദീസ് എഫ് ബ്ലോക്ക് എലമെന്റ് അയോൺസ്. ഓക്കെ, അതിന് ഈ ഒരു നോൺ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആസിഡ്സുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്,
But with nitric acid, which is an oxidizing acid, ആ nitric acid എന്ത് ചെയ്യും? It forms an oxide layer, metal oxide layer over the metal, and hence the reactivity gradually reduces. Okay, ആദ്യം ഒന്ന് just ഒന്ന് റിയാക്ട് ചെയ്യും, പിന്നെ ആ റിയാക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറേ ബ്ലാ 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 കാര്യങ്ങളാണ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് യു ഷുഡ് നെവർ സ്കിപ്പ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ യൂസസ്, ആപ്ലിക്കേഷൻസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, അതായത് കോപ്പർ നിക്കൽ അലോയ് ആണ് നമ്മുടെ കോയിൻസിൽ ഉപയോഗിക്കുന്നത്. ദെൻ അവർ നിക്കൽ ഈസ് യൂസ്ഡ് ഇൻ ആസ് കാറ്റലിസ്റ്റ് ആൻഡ് ദ സിമിലർ വേ. ഓക്കെ, മാഗ്നീഷ്യം MnO2 നമ്മളുടെ ബാറ്ററി സെൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്, ആ കാറ്റലിസ്റ്റിന്റെ കാര്യങ്ങൾ, PdCl2ന്റെ കാര്യങ്ങൾ. ഓക്കെ, ഓൾ ദീസ് ഷുഡ് ബി റിമെമ്പേർഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതൊക്കെ ജസ്റ്റ് തിയറി പാർട്ടാണ്, സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ ഇൻ ടു ഇറ്റ്. ഓക്കെ, ജസ്റ്റ് അതൊക്കെ എന്തായാലും പഠിച്ചു വെക്കും. എനിവേ, ദാറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു ടു സ്റ്റഡി, കാരണം യു ആർ സ്റ്റഡിങ് ഓൾ ദീസ് ഇൻ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്, PdCl2, നിക്കൽ, യു ആർ സ്റ്റഡിങ് ഇൻ your polymers chapter, then in organic chemistry, then you are studying this MnO2 and all in your electrochemistry and so on. Okay, so I hope it's clear for you. നിങ്ങൾക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ എല്ലാ ഭാഗവും ഏകദേശം നല്ലവണ്ണം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ആൻഡ് അറ്റ് ദ സെയിം ടൈം, ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ യെറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ and also please share it with your friends. Okay, so I'll be back with such new good videos, and till then, bye bye.